ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ വാട്ട് ഐ ഏറ്റ് ഇൻ മൈ ഡ്യൂട്ടി ആയാലോ. രാവിലെ തന്നെ കുറ്റിയും പറിച്ച് ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നേരെ കാഫറ്റീരിയയിൽ ചെന്നു. ഈ അസമയം എന്നൊരു സമയം ഇല്ലെങ്കിലും അങ്ങനൊരു സമയം യഥാർത്ഥത്തിലുണ്ട്. കാഫറ്റീരിയയിൽ അസമയത്ത് എന്നതുകൊണ്ട് ഒരു കുന്തപ്പനാണ്ടി അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഒരു കോഫിയിൽ ഒതുക്കി. എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റെഡി ടു ഈറ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നേ. അതെനിക്കങ്ങ് പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കാതെ നേരെ പോന്നു. ഞാൻ പറഞ്ഞില്ലേ, വീക്കെൻഡ് ആയതുകൊണ്ടേ കാഫറ്റീരിയൊക്കെ വിജലംബിച്ച് കിടക്കുക. കണ്ടോ, ഒരു പട്ടിക്കുറുക്കനുമില്ല. അല്ലെങ്കിൽ ലഞ്ച് കഴിക്കേണ്ട സമയമായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്ന് അവിടെ ആരെങ്കിലും കാണുമോ? എന്നിട്ട് പിന്നെ ഭക്ഷണം കിട്ടിയില്ലെന്നും ആളില്ലാത്തതിനും ഒക്കെ കുറ്റം. എന്താ അല്ലേ. രാവിലെ പറ്റിയ അബദ്ധം ഉച്ചയ്ക്ക് പറ്റരുതെന്ന് വിചാരിച്ച് ഇച്ചിരി നേരത്തെ തന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞത് ഇപ്പോൾ പലവിധ സാധനങ്ങൾ പലവിധ രൂപത്തിൽ നിരത്തി വെച്ചേക്കുന്നതുണ്ട്. ഓരോ ഡിഷിനും അതിന്റെ പേരും നാളും മാത്രമല്ല, അതിന്റെ കലോറി, അത് ഉണ്ടാക്കിയവന്റെ പേരും, അത് ആരുടെ വയറ്റിലോട്ടാ പോകുന്നതെന്ന് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ സ്റ്റീക്ക് വിത്ത് മഷ്റൂം സോസ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടേ. അങ്ങനെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചിക്കൻ പ്രോട്ടീൻ, മഷ്റൂം ഫൈബർ വിത്ത് പ്രോട്ടീൻ. കൊള്ളാമല്ലേ, എന്നാൽ ഇത് തന്നെ പോരട്ടെന്ന് വിചാരിച്ചു. അതൊന്നും അല്ലെന്ന്, ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന് കുറേ നാടൻ കഴിച്ചതല്ലേ, ഇനിയിപ്പോൾ കുറച്ച് വരുത്തനാവാം എന്ന് വിചാരിച്ചെടുത്ത കേട്ടോ. എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് ജോലിക്ക് പോയാൽ ഇത് മാത്രമേ പണിയുള്ളൂ എന്ന് ചിന്തിക്കരുത്. എനിക്ക് വേറെയും പണിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ശരി, എന്നാൽ പോയി കഴിച്ചേച്ചും വരാം.